പുട്ടുമിസിന്റെ പൂമാല. അപ്പൊ ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 2 ടീം ഒരുമിച്ചായിരിക്കും കളിക്കേണ്ടായിരിക്കുക. ഒരു ടീമിൽ നിന്ന് 3 പേരായിരിക്കും വരുന്നുണ്ടായിരിക്കുക. വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏണി ഉണ്ടല്ലോ, ഈ ഒരു ഏണി നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. ഒരാൾ മുകളിലേക്ക് കയറും. മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഈ മാല മാക്സിമം കളക്ട് ചെയ്യുക. അറ്റ് എ ടൈം ഒരു മാല കളക്ട് ചെയ്യുക, താഴേക്ക് ഇറങ്ങുക. ഓപ്പോസിറ്റ് ടീമിലെ ഒരു മെമ്പറിന്റെ കഴുത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. യെസ്, ഓപ്പോസിറ്റ് ടീമിലേക്ക്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ആൾ ഇവിടെ നിന്ന് കയറുന്നു, വീണ്ടും ഒരു മാല. നമുക്ക് ഈ ഒരു ഏണി അല്ലെങ്കിൽ കോണി അങ്ങനെയായിരിക്കും പറയുക. നമുക്കിത് മാറ്റി മാറ്റി ഓരോ മാലയ്ക്കനുസരിച്ച് പൊസിഷൻ വെക്കാം. ബാക്കിയുള്ളൊരു ഇത് ഹോൾഡ് ചെയ്ത് പിടിക്കുക, അടുത്ത മാല എടുക്കുക ആൻഡ് ഇവിടെ അടുത്ത ആളിലേക്ക് ഇടുക. അങ്ങനെ ഏറ്റവും ആദ്യം 3 മാല ഇട്ട് തീർക്കുന്ന ടീമായിരിക്കും ജയിക്കാൻ പോകുന്നത്. റെഡിയാണോ? ഇത് കണ്ട ഈ ഗെയിമിന് ഒരൊറ്റ പേരേ ഉള്ളൂ, കൊരകന്റെ കയ്യിൽ പോകുമാല. അങ്ങനെ ഇടായിരുന്നു, നമുക്ക് അത് വെച്ചൊന്ന് പിടിച്ച് കയറ്റായിരുന്നു. എടാ വേട താഴെ വേട, ഇനിയെങ്കിലും വേട താഴെ. തങ്കു ശരിക്കും മൂഡഫായിട്ട് ആഗ്രഹിപ്പിച്ചു. ഇല്ല, മറ്റത് മതി. അത് അവൻ റെക്കോർഡ് ചെയ്ത് കണ്ടോളും. DP ഇടും ഈ ഫോട്ടോ മിക്കവാറും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് പുട്ടുമിസിന്റെ പൂമാല കൗണ്ട് ഡൗൺ. പ്ലീസ്. 3, 2, 1. അതാ അവിടെ എടുത്ത്. വെരി ഗുഡ്. അനു, നാളെ കല്യാണം കഴിക്കാനല്ല, കഴുതയ്ക്ക് മാലയിട്ടോലുണ്ട്. തോട്ടമാണോ? അല്ല, ഇതൊന്ന് കാണാം, ഈ കുട്ടിത്തോരിക്കൊന്ന് കാണാം. തങ്കച്ചനെ ഇവിടുന്ന് മാറ്റണം. തങ്കച്ചന്റെ ലക്ഷ്യം വേറെയാണ്. അതെ, തത്തമ്മ ഏണി കയറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ. എനിക്ക് ചുണയുള്ള ടീമിനെ കിട്ടിയത് ഭയങ്കര ഭാഗ്യമുണ്ട്. വർഷത്തിലൊരിക്കലും അങ്ങനെയൊക്കെ കിട്ടും. ഇവിടെ 3 മാല ഇട്ട് ഇവിടെ. ഒരെണ്ണം കൂടെ ആവാം. ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ ഇതിൽ നമ്മൾ 3 മാല ഏറ്റവും ആദ്യം ഇടുന്ന ടീമായിരിക്കും ജയിക്കുക എന്നുള്ളത് പറഞ്ഞിരുന്നു. റിയൽ ലൈഫിൽ മാല ഇട്ടിട്ടില്ലെങ്കിലും ഈ ഗെയിമിൽ മാല ഇട്ട് തങ്കുവിന്റെ ടീം അങ്ങോട്ട് പൊളിച്ചിരിക്കുകയാണ്. ഗുഡ് ജോബ്. ഞങ്ങളെ ടീം 4 മാല ഇട്ടു. 3 കഴുതയ്ക്കും 1 കാളയ്ക്കും. തങ്കു, ഈ കഴുതിക്കും കാളയ്ക്കൊക്കെ മാല ഇടാനാ യോഗമുള്ളൂ. ഈ ഒരു റൗണ്ടില് ജയിച്ചിട്ടുള്ളത് നമ്മുടെ തങ്കുവിന്റെ ടീമാണ്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു തങ്കു ആൻഡ് ടീം. അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ് കേട്ടോ. അടുത്ത റൗണ്ടിൽ ചില ആൾക്കാരെ കേരളൊക്കെ എനിക്കൊന്ന് കാണണം. ഭയങ്കര പിന്നെ നോബി ഇത് ചെയ്യും. കാരണം നോബി മരണഘടന സൈക്കിളും മറ്റേ ബൈക്ക് അഭ്യാസം ചെയ്യുന്നതുകൊണ്ട് നോബി കറക്റ്റ് ചെയ്യും. നോബിച്ചേട്ടൻ കയറി കാണിക്കുമല്ലോ. എന്റെ നോബിച്ചേട്ടന്റെ പേടിയാന്ന് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ നോബിച്ചേട്ടൻ അങ്ങനെ ഒരു പേടിത്തൊണ്ടനല്ല. കണ്ടോ, പോലും ബെൻസിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. കഴിഞ്ഞ ദിവസം ഒരു രാത്രി അതിലെ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഒരു പനയുടെ മേളിൽ മാട്ടം പൊക്കിയിരിക്കുന്ന ആളത് ചാരം കെട്ടി പെയിന്റ് അടിച്ചോണ്ട് എന്റെ അടുത്താണോ നീ? ബെൻസി ആ കണ്ണാടിയുടെ വൈപ്പർ ഒന്ന് ഓൺ ചെയ്യൂ. ഒന്ന് ഓൺ ചെയ്യൂ. സെക്കൻഡ് റൗണ്ട്. ഓ, ഈ ഗിൽറ്റ് മുക്കിയ പാളയെ കൊണ്ടുവന്ന് അത് കൊള്ളാടേ, അത് കൊള്ളാം, അത് കൊള്ളാം. അനുവിന് ഇത്ര പേടിയാണോ? എനിക്ക് പേടി. നമുക്ക് അടുത്ത റൗണ്ടിൽ ഗെയിം കളിച്ച് കാണിച്ചു തുടങ്ങണം കേട്ടോ. അനു ഈ റൗണ്ടിൽ കളിക്കൂട്ടോ. വേണ്ട വേണ്ട വേണ്ട, ഞങ്ങളെ തോപ്പിക്കാനാ. അനുവിനെ ഏണി കെട്ടിയിട്ട് പൊക്ക്. അതെ, അറ്റത്ത്. ഓക്കെ ലക്ഷ്മി, ഒരു സന്തോഷ വാർത്ത ഉണ്ട്. സൂസു വീണ്ടും ആ സീരിയൽ തുടങ്ങിയാണ്. ശരിക്കും അതിലപ്പുറത്തൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവൾ അതിനകത്തില്ല. എനിക്ക് സ്റ്റാർ മാജിക് ആണ് വലുത്. അപ്പൊ എനിക്ക് സ്റ്റാർ മാജിക് നിന്നാ മതി. ഇത് നിർത്താൻ പോണെന്ന് ഇനി എന്തിനു